രാജ്യം നടുങ്ങിയ സ്ഫോടനം നടന്ന മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുകയാണ്. അതിൽ പൊട്ടിത്തെറിച്ച കാർ അത് ഹരിയാന രജിസ്ട്രേഷനുള്ള കാറാണെന്ന് മനസ്സിലാവുന്നു. അത് I-20 കാറാണെന്ന് സ്ഥിരീകരിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. അത് പുതിയ കാറാണെന്നൊരു നിഗമനം നേരത്തെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ അത് ലഭിക്കും. അതുവരെ അത് കാത്തിരിക്കുക എന്ന് രാഷ്ട്ര നേതാക്കൾ പറയുന്നു. ഇപ്പം തന്നെ അതിൽ വിശദമായ അന്വേഷണം വേണം. എല്ലാ വശങ്ങളും പരിശോധിച്ച് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ജനങ്ങളുടെ കാര്യങ്ങൾ പറയുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്പസമയം മുൻപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അമിത്ഷാ സംഭവം നടന്ന സ്ഫോടനം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ നേരിട്ട് തന്നെ മനസ്സിലാക്കിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിനു മുൻപ് LNJP ആശുപത്രിയിലും ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചിരുന്നു. അവിടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ അവിടെ പരിക്കേറ്റ് കഴിയുന്നവരെയും ഒക്കെ തന്നെ അമിത്ഷാ നേരിട്ട് കണ്ടിരുന്നു. അവിടെ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ്, അത് മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് ഈ സംഭവം നടന്ന ചെങ്കോട്ട സമീപമുള്ള മെട്രോ സ്റ്റേഷൻ സമീപത്തേക്ക് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിരിക്കുന്നത്. KR ഗോപികൃഷ്ണൻ കൂടി ഇപ്പോൾ സെൻട്രൽ ന്യൂസിൽ നിന്ന് ചേരുന്നു. ജിക്ക്, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് ഈ സ്ഫോടനത്തിൻ്റെ ഒരു സ്വഭാവം, അതുണ്ടായ സമയം, ആ മേഖല, അതൊക്കെ തന്നെ ചില സംശയങ്ങളും ഒപ്പം തന്നെ ചില ആസൂത്രണങ്ങളുടെ ഒരു സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പറയാൻ പറ്റുന്ന സമയമല്ല ഇപ്പോൾ. അത് തന്നെയാണ് രാഷ്ട്രത്തലവന്മാരും രാഷ്ട്ര നേതാക്കളും ഒക്കെ പറയുന്നത്. കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്താണ്? ഈ ഹരിയാന രജിസ്ട്രേഷൻ നമ്പർ അതുള്ള കാറാണ് പൊട്ടിത്തെറിച്ചെന്ന് പറയുന്നു. I-20 കാറാണ്. അത് ഏത് വർഷം നിർമ്മിച്ച കാറാണെന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ വേണം. എങ്കിൽ മാത്രമാണ് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുക. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ജിക്കെ? പ്രജിൻ, ഇതൊരു സ്വാഭാവികമായ അപകടമല്ല എന്ന ഒരു വ്യക്തമായ സൂചന നൽകുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതേസമയം തന്നെ ഇത് ഏതെങ്കിലും തരത്തിലൊരു ഭീകരാക്രമണമാണോ, അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കൾ എന്തൊക്കെയാണ്, യഥാർത്ഥത്തിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം 2 തവണ മാധ്യമങ്ങളോട് ANIയോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. 2ാം തവണ, അതായത് അദ്ദേഹം സംഭവ സ്ഥലത്ത് എത്തുന്നു, അതിനുശേഷം അദ്ദേഹം LNJP ആശുപത്രിയിൽ ചെന്ന് പരിക്കേറ്റവരെ കാണുന്നു, അതിനുശേഷം വീണ്ടും ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുള്ള ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ കൂടിയാലോചനകൾ നടത്തുന്നു, അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് അമിത്ഷാ ANIയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫോറൻസിക് സംഘം ഇപ്പോൾ നടത്തുന്ന പരിശോധനയാണ്. സംഭവ സ്ഥലത്ത്, സ്ഫോടനം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ നിന്നും ചില സ്പെസിമെൻസ്, അവിടെയുള്ള ചിതറിക്കിടക്കുന്ന വസ്തുക്കളൊക്കെ ശേഖരിച്ച് അതിൽ സൂക്ഷ്മമായ പരിശോധനകൾ നടത്തുകയാണ്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് മുൻപ് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ ജനങ്ങളുമായി കൈമാറാൻ കഴിയുന്ന സാഹചര്യമല്ല. അതുകൊണ്ട് സൂക്ഷ്മമായ പരിശോധനകൾക്കും വിശകലനങ്ങൾക്കും ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന നിലപാടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഒരു സാധ്യതയും ഇപ്പോൾ അടച്ചു വെക്കാൻ കഴിയില്ല, ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന സൂചനയോടുകൂടി തന്നെ ഇതിൽ ചില അട്ടിമറി സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന സൂചന അമിത്ഷാ നൽകുകയാണ്. അദ്ദേഹം ആദ്യം ANIയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ചുറ്റുഭാഗവുമുള്ള CCTV ക്യാമറകളുണ്ട്, മാത്രമല്ല ഈ അപകടം എങ്ങനെ നടന്നു, ഈ സ്ഫോടനം എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ച് ഡൽഹി പോലീസ് ചീഫ് നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏറ്റവും അധികം ജനത്തിരക്കുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക പ്രധാനമന്ത്രി ഉയർത്തുന്ന റെഡ് ഫോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ ചാന്ദിനി ചൗക്കുള്ള വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന, ഏറ്റവും അധികം ജനത്തിരക്കുള്ള ഒരു പ്രദേശത്ത് വൈകിട്ട് 6:55 ഈ സ്ഫോടനം നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സിഗ്നൽ പോസ്റ്റിന് അടുത്തേക്ക് എത്തുന്ന ഒരു വാഹനം അത് പതിയെ സ്ലോ ആകുന്നു. അതിനുശേഷം പെട്ടെന്ന് അതിൻ്റെ പിൻഭാഗത്ത് നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന് തൊട്ടു പിന്നാലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന വാഹനങ്ങളിലേക്ക് തീ പടരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. അമിത്ഷാ ഈ മരണസംഖ്യയെക്കുറിച്ചിട്ട് ഔദ്യോഗികമായി നൽകുന്ന വിവരം 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആശുപത്രി അധികൃതർ എന്നതാണ്. പക്ഷേ അനൗദ്യോഗികമായി ഈ കണക്ക് 13 വരെ എത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടത് ആണ്. നമുക്കറിയാം, രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത ദിവസമാണിന്ന്. ഹരിയാനയിലെ ഫരീദാബാദിലും മറ്റിടങ്ങളിലുമായി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ഏതാണ്ട് 2500 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടി ഇന്ന് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തെ അതീവ ഗൗരവമുള്ള സംഭവമായി തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. മാത്രമല്ല, നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ ഒരു ഇടമാണ്, ഏറ്റവും അധികം ജനങ്ങൾ വന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. വൈകിട്ട് 6:55 സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതായത് കൂടുതൽ ജനങ്ങൾ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്തുണ്ടായിരിക്കുന്ന സ്ഫോടനം. പ്രധാനമന്ത്രി
ദേശീയ പതാക, സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്ന റെഡ് ഫോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം, അങ്ങനെ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശത്തുണ്ടായിരിക്കുന്ന സ്ഫോടനത്തെ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് സുരക്ഷാ ഏജൻസികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ NIA, NSG, ഫോറൻസിക് സംഘം, ഡൽഹി സ്പെഷ്യൽ സെൽ അടക്കമുള്ള വിവിധ സുരക്ഷാ ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടക്കുന്നു. ഈ സ്ഫോടനത്തിന് പിന്നിൽ മറ്റ് ഏജൻസികൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതിന്റെ സാഹചര്യത്തിൽ രാജ്യത്തെമ്പാടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ വളരെ സെൻസിറ്റീവായ മേഖലകൾ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ സുരക്ഷാ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നടത്തിയ രാജ്യതലസ്ഥാനത്തുണ്ടായ സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം, ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഇതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതകളുണ്ടോ, മറ്റേതെങ്കിലും സംഘടനകൾ സംശയനിഴലിലുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഇനി വ്യക്തത ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.